കൊല്ലം കാവനാട് മുക്കാട് പള്ളിക്ക് സമീപമാണ് ഇത്തരത്തിൽ രണ്ട് ബോട്ടുകൾ കായലിൽ നിന്നും കത്തുന്നൊരു സംഭവം ഉണ്ടായത്. അതായത് ഈ ബോട്ടുകൾ ഇവിടെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഈ ബോട്ടുകൾ പാചകം ചെയ്തിരുന്ന തൊഴിലാളികൾ അവരുടെ കയ്യിൽ നിന്നാണ് ഈ തീ ബോട്ടിലേക്ക് പടരുന്നത്. തുടർന്ന് ഈ ബോട്ട് കത്തി തുടങ്ങിയപ്പോൾ തന്നെ ഈ തൊഴിലാളികൾ ഈ ബോട്ടുകളെ കരയിൽ നിന്നും ബന്ധനം വേർപെടുത്തിക്കൊണ്ട് പുറത്തേക്ക് വിട്ടു. ആ സമയത്താണ് ഈ ബോട്ടുകളിൽ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ച് വലിയ രീതിയിലുള്ള തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഈ രണ്ട് ബോട്ടുകൾ ഈ മുക്കാട് പള്ളിക്ക് സമീപത്തുള്ള ഈ ഒരു കടത്തിൽ നിന്നും തൊട്ടപ്പുറത്തേക്കുള്ള സെൻറ്റ് ജോർജ് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്, ഒരു ഐലൻഡാണ്. ആ പ്രദേശത്തിന് സമീപത്തെ ഒരു പ്ലാന്റിന് സമീപത്തേക്കാണ് ഈ രണ്ട് ബോട്ടുകളും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ അവിടെ നിന്നുകൊണ്ട് ഈ ബോട്ടുകൾ രണ്ടും ഏകദേശം പൂർണ്ണമായി കത്തി എന്ന് തന്നെ പറയാം. ബോട്ടുകൾ ഉണ്ടായിരുന്ന വലകളും മറ്റ് മത്സ്യബന്ധന ഉപകരണങ്ങളും ഒക്കെ തന്നെ കത്തി നശിച്ചു. ഒപ്പം തന്നെ ഈ ബോട്ടുകൾ ഇന്ധനം നിറച്ചിട്ടുണ്ടായിരുന്നു. ഈ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് ആവശ്യമായ അത്തരത്തിലുള്ള ഇന്ധനങ്ങളൊക്കെ നിറച്ചതുകൊണ്ട് തന്നെയാണ് ഈ ബോട്ടുകൾ വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തമുണ്ടായത്, തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ബോട്ടുകൾ ഈ സമയത്തുണ്ടായിരുന്ന തൊഴിലാളികൾ അവർ അന്യസംസ്ഥാന തൊഴിലാളികളായിരുന്നു. അവർ ഈ തീ പടർന്നപ്പോൾ തന്നെ ഈ ബോട്ടുകളിൽ നിന്നും ചാടി കായലിലേക്ക് ചാടി അവർ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. करी बना रहे हैं वो गैस जास्ती फायर आ गया, बोट మొత్తం फायर हो गया इससे. हाँ पानी मारा नहीं हुआ, मैं रुक गया, वो మొత్తం फायर हो गया मेरे को. देख सब पानी मारा नहीं है. कितने आदमी है बोट में 7 आदमी है. आंध्रा वाला 7 आदमी. हाँ बोट में रुका था, जास्ती फायर होना 2 बोट में. मैं पानी में 2 आदमी, पहला 5 आदमी बाहर चला गया, 2 आदमी रुक गया. दूसरा बोट स्टार्ट करके साइड में निकल लेके वो स्टार्ट नहीं हुआ, 2 आदमी पानी में पड़ के आ गया बाहर. തുടർന്നാണ് ഈ ബോട്ടുകളിലെ ഈ കരയുമായി ബന്ധിപ്പിച്ചിരുന്ന കയർ അത് അറുത്തുമാറ്റി ഈ ബോട്ടുകളെ സ്വതന്ത്രമാക്കുകയും ചെയ്തത്. അത്തരത്തിൽ ഇവിടെ നിരവധി ബോട്ടുകൾ ഈ പ്രദേശത്ത് ഒരു 10-12ഓളം ബോട്ടുകൾ ഇത്തരത്തിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇത്തരത്തിൽ ഈ കെട്ടഴിച്ചു വിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ബോട്ടുകളിലെല്ലാം തന്നെ തീ പടർന്ന് അത്തരത്തിൽ ആ ബോട്ടുകളിലുമൊക്കെ തന്നെ ഇന്ധനങ്ങളുമൊക്കെ കത്തി വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടാകുമായിരുന്നു. പക്ഷേ ആ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ ഈ വള്ളത്തിലുണ്ടായിരുന്ന അന്യസംസ്ഥാന മത്സ്യത്തൊഴിലാളികൾ ഇത്തരത്തിലൊരു സമീപനമെടുത്തത്. അതിനുശേഷം ഈ ബോട്ടുകൾ ഈ ഒരു കായലിൻ്റെ ഒഴുക്ക് ഉള്ള ഒരു പ്രദേശത്തേക്ക് നീങ്ങിയാണ് ഇപ്പോൾ ഈ ഐസ് പ്ലാന്റിന് സമീപത്തേക്ക് എത്തി അവിടെ നിന്നും ഈ കത്തി ഒരു പൂർണ്ണമായും കത്തി നശിച്ച ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് ഈ പ്രദേശത്തേക്ക് എത്തി ഇതിന് ആവശ്യമായ രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അവർക്കും ഈ ഒരു പ്രദേശത്തേക്ക് എത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഈ ഒരു ഐലൻഡ് പ്രദേശത്തേക്ക് ഇവർക്ക് പോകണമെങ്കിൽ ബോട്ടുകളിലൂടെ വേണം പോകാൻ. കായലിൽ നിന്നൊരു 300 മീറ്ററെങ്കിലും ഉള്ളിലാണ്. നല്ല ആഴമുള്ള സ്ഥലവുമാണ്. നമുക്ക് മറ്റൊരു ബോട്ടുകാർ പോലും അങ്ങോട്ട് പോകാൻ താല്പര്യം പഠിപ്പിക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ മറ്റൊരു ബോട്ട് പോയി കഴിഞ്ഞാൽ സിലിണ്ടർ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. സിലിണ്ടറുണ്ട്, ഇപ്പോൾ തീ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ബോട്ടിൽ തന്നെ ഡീസൽ ടാങ്ക് പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ ബ്ലാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരിപ്പം മറ്റൊരു ചെറിയൊരു വള്ളത്തിൽ കയറി അപ്പുറത്ത് പോയി ഫ്ലോട്ട് പമ്പ് ഉപയോഗിച്ച് ചെറിയ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും അവരുടെ കാര്യവും അവരും റിസ്ക് എടുത്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇടയ്ക്കിടയ്ക്ക് സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഇതിനാവശ്യമായ ഉപകരണങ്ങളും മറ്റുമായി തന്നെ ബോട്ടിൽ എത്തിക്കൊണ്ടാണ് ഈ പ്രദേശത്തേക്ക് എത്തി അവിടെ ഈ ബോട്ടിൻ്റെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികൾ അവരുടെ ആഹാരം പാചകം ചെയ്യുന്ന സമയത്ത് ആ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് ലീക്കായിട്ടാണ് ഈ തീ പടർന്നത്. അപ്പോൾ അവർക്കത് നിയന്ത്രണം വിധേയമാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ തൊട്ടടുത്ത ബോട്ടിലേക്ക് കൂടി ഈ തീ പടരുകയുണ്ടായി. അപ്പം ഏകദേശം 4 ബോട്ടുകൾ അടുപ്പിച്ച് കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്താണ് ഈ തീ പടർന്നത്. അതിനോട് ചുറ്റുപാടുമായിട്ട് ഒരു 10-20ഓളം ബോട്ടുകളും കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അവർ സംയോജിതമായി ഇടപെട്ടുകൊണ്ട് അതിൻ്റെ റോപ്പുകൾ കട്ട് ചെയ്ത് വിട്ട് ഈ ബോട്ടിനെ ഒഴുക്കി വിടുകയാണ് ചെയ്തത്. ഈ ബോട്ടിൽ നിന്ന് ഒഴുകി ചെന്ന് നിന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ഐലൻഡിലേക്കാണ്, സെൻറ്റ് ജോർജ് ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു തുരുത്തിലേക്കാണ് ചെന്ന് നിന്നത്. അതിൻ്റെ സമീപത്തായിട്ടുള്ള ഐസ് പ്ലാന്റും കൂടെ ഉണ്ട്. പക്ഷേ ഏകദേശം ഒരു മൺതിട്ടിൽ ഇടിച്ച് നിന്ന് ഇപ്പോൾ കായലിൻ്റെ ഏകദേശം ഒരു 70% മധ്യത്തായിട്ടാണ് ഇപ്പം ഈ ബോട്ട് നിൽക്കുന്നത്. തുടർന്ന് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി ഫയർ ഹോസുകൾ പരസ്പരം ബന്ധിച്ച് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ബോട്ടിൽ നിന്നുകൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കി. മത്സ്യബന്ധന ഉപകരണങ്ങൾ ഉൾപ്പെടെ 2 ബോട്ടുകളും പൂർണ്ണമായും കത്തി നശിച്ചു. 2 കോടി രൂപയിലധികം നാശനഷ്ടമുണ്ടായതായി ബോട്ടുടമകൾ പറഞ്ഞു. അമൃത ന്യൂസ്, കൊല്ലം.